മെഡിക്കൽ കോളേജിൽ വൈറ്റ് കോട്ടും സ്റ്റെതസ്കോപ്പും ധരിച്ച് പോകുന്നത് സ്വപ്നം കാണുന്ന കുട്ടികളോടാണ് നന്നായിട്ട് ഉറങ്ങുക. കാരണം 6 മണിക്കൂറിൽ കുറഞ്ഞ ഉറക്കം നിങ്ങളുടെ പഠനത്തിന്റെ ക്വാളിറ്റിയെയാണ് ആക്ച്വലി ബാധിക്കുന്നത്. അതേപോലെ തന്നെ പഠനത്തിൽ ഉണ്ടാവുന്ന ഉയർച്ച താഴ്ചകളെ പോസിറ്റീവായിട്ട് മാത്രം കാണാൻ വേണ്ടി ശ്രമിക്കുക. ഈ അവസാന നിമിഷം സദാസമയം പഠിക്കുന്നതിന് പകരം പഠിക്കുന്ന കുറഞ്ഞ നേരം ശ്രദ്ധയോടുകൂടി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് ഭയങ്കര എഫക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പഠിച്ചത് ഒന്നും കൂടി റിവൈസ് ചെയ്യാൻ വേണ്ടിയും ട്രൈ ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിൽ നന്നായിട്ട് അപ്പിയർ ചെയ്യാൻ കഴിയുന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ബ്രേക്ക് എടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു 20 മിനിറ്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. എന്നിട്ട് വീണ്ടും അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. മടുക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് സബ്ജക്ട്സ് മാറ്റി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഒരേ സബ്ജക്ട് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ആർക്കായാലും മടുപ്പ് വരാൻ സാധ്യത ഉള്ളതാണല്ലോ. നന്നായിട്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്യുക, അതുപോലെ തന്നെ വെള്ളം കുടിക്കുകയും ചെയ്യുക. മെയിൻ ആയിട്ട് നിങ്ങളുടെ ബോഡിയെ ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കുക എന്നത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. കാരണം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും ബോഡി വളരെ എക്സോസ്റ്റഡ് ആകും. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഫുഡ്സ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മെന്റൽ പ്രഷർ ഒരുപാട് കുറക്കാനും ഉന്നത വിജയം നേടാനും ഉറപ്പായിട്ട് നിങ്ങൾക്ക് പറ്റും. എല്ലാവരും ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കാതെ നിങ്ങളെ സ്വപ്നം കാണുന്ന കോളേജിൽ എത്തുമെന്ന ഉറപ്പോടുകൂടി ധൈര്യമായിട്ട് പഠിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ എത്തുക തന്നെ ചെയ്യും.